നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ബേസിക്കലി ഇന്ന് നാളെ മഴ പെയ്യുന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ഒന്ന് വെറുതെ വണ്ടി കുറേ പണിയൊക്കെ ചെയ്ത് ഞാൻ സ്വന്തം ചെയ്തതല്ലോ, സർവീസ് ചെയ്തതൊക്കെ. അപ്പോൾ ഒന്ന് ഓടിക്കാമെന്ന് വിചാരിച്ച്. നല്ല ക്ലൈമറ്റും ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചൂട് ഭയങ്കരമായിട്ട് കൂടി. എനിവേസ് ഇത് സംഭവം റെക്കോർഡിങ് നടക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓൺ ചെയ്തു, പക്ഷെ എന്നാലും ലെറ്റ്സ് ട്രൈ ഇറ്റ് ഇൻ സം ടൈം. ചെക്ക് ചെയ്യണം. മഴ ചാറുന്നുണ്ടോന്ന് ഒരു സംശയം. മഴ പെയ്തു തുടങ്ങിയ. അയ്യോ, ഞാൻ മഴ പെയ്യുന്നല്ല വിചാരിച്ചത്, പക്ഷെ പെയ്തു തുടങ്ങി. അപ്പോൾ നമുക്കവിടെ നിർത്തേണ്ടി വരും. ഇപ്പം ഒരു മിനിറ്റ്. വണ്ടി പാർക്ക് ചെയ്ത്, കാരണം മഴ ഇതുണ്ട, പെട്ടെന്ന് മഴക്കാരങ്ങോട്ട് വന്നു. നമ്മ വ്ളോഗ് ചെയ്യാൻ തോന്നുമ്പോഴാണ് നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയായിരുന്നു. ഓക്കെ, മഴ നിന്നു. ഇടിക്കിട്ടും മിന്നലൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചൊന്ന് വണ്ടി ഓടിക്കാം. ഞാൻ ഇതുവരെ ഡൽഹിയിൽ വന്നിട്ട് മഴ ആസ്വദിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, ഉള്ളത് റെക്കോർഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു. പാമ് ബാംഗ്ലൂരിലേക്ക് പോയി. യാവിനും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. കാരണം അവൻ്റെ എന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂൾ മുതൽ അവൻ്റെ പരിപാടികളൊക്കെ ചെയ്യണത് ഇപ്പോൾ നമ്മളാണ്. അപ്പോൾ പപ്പയും മമ്മിയും ഞാൻ തന്നെ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവനെ കൊടുക്കാത്ത ബിസിയാണ്. ആൾക്കാർ കുറേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ കാരണം. പിന്നെ ഇങ്ങോട്ട് കുറേ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് മോട്ടോ വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ തെണ്ടിത്തരങ്ങൾ കാണാൻ നോക്കി ഇവിടെ ഡൽഹി റൂട്ട്സ്. പിന്നെ എൻ്റെ വണ്ടി ഞാൻ സ്വന്തം സർവീസ് ചെയ്തു. എനിക്ക് ഈ ടി വി എസിൻ്റെ സർവീസ് സ്റ്റേഷനോ, അത് ടി വി എസ് മാത്രമല്ല, ഏത് സർവീസ് സ്റ്റേഷനാണ് ശരി, എനിക്കിഷ്ടമല്ല. ഞാൻ ബേസിക്കലി ഇപ്പോൾ ഇതിൽ ഓയിൽ ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ മോട്ടൂറിൻ്റെ ഓയിലാണ് ഇട്ടിരിക്കുന്നത്, സിന്തറ്റിക്, ഫുള്ളി സിന്തറ്റിക് ഓയിൽ. അപ്പോൾ അത് കാരണം ഇപ്പോൾ രണ്ടാഴ്ചകളായി ഓൾമോസ്റ്റ് 500 കിലോമീറ്ററിന് കൂടുതൽ ഞാൻ ഓടിച്ചു. ഞാൻ എൻ്റെ ഡൽഹി പ്രമോദിൻ്റെ വീട്ടിൽ പോയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ്. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ അന്വേഷിച്ച് പോയതായിരുന്നു. അതിൻ്റെ വ്ളോഗും വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഇതിൻ്റെ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അതിൻ്റെ ലൂബ് ഇട്ടു, കാസ്ട്രോളിൻ്റെ ലൂബാണ് ഇട്ടത്. അപ്പോൾ എല്ലാതും കൂടി ഒന്ന് ഫുള്ളൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം സ്വന്തം നമ്മൾ പഠിച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഞാൻ ദുബായിലുണ്ടായിരുന്നപ്പോൾ കാറൊക്കെ സ്വന്തം ഞാൻ ചെയ്തിരുന്ന, എന്നുവെച്ചാൽ അതിൻ്റെ
ഈവൻ എൻജിൻ്റെ ഫുൾ റിപ്പയർ ഒന്നും അല്ല കേട്ടോ, എന്നാലും കുറച്ചൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ എല്ലാ പണ്ടാറും കിട്ടും നമുക്ക്. സ്വന്തം ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊരു സുഖം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡൽഹിയിലെ ഡ്രൈവിംഗ്. ഇപ്പോൾ ഞാനിപ്പോൾ ലൈസൻസ് ലേണേഴ്സ് എപ്പോഴും എൻ്റെ ഫുള്ള് ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെനിക്ക് ഒരു ടെസ്റ്റ് കൊടുക്കണം, അത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ ലേണേഴ്സിൽ തന്നെ ഞാൻ ഇപ്പോൾ നല്ല ഇതായിട്ടുണ്ട്, കോൺഫിഡൻസ് ആയി. ആഹാ മോനെ എന്താ സ്മൂത്ത് എന്നറിയോ വണ്ടി. ഇതുണ്ട ഞാൻ ഡൽഹി റോഡിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ മാതിരി ഡൽഹി മഴ പെയ്ത് കഴിഞ്ഞാൽ ഡൽഹി നല്ല രസം കാണാൻ, നല്ല ഗ്രീനായിരിക്കും ഡൽഹി. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഡ്രൈവിംഗ് ഇറങ്ങിയതാ, നല്ല തണുത്ത കാറ്റ്. ആ അമ്മ എന്ത് സുഖം മക്കൾ. ഇപ്പം സമയം 6:15, 6:45 സൂര്യൻ അസ്തമിക്കും. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ചൊന്ന് റെക്കോർഡ് ചെയ്യാം വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി സഫ്ദർജംഗ് എൻക്ലേവ് മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് വണ്ടി ഓടിക്കാനും ഉണ്ടായിരുന്നു. ഞാൻ ആകെ 928 കിലോമീറ്റേഴ്സ് ഇതുവരെ ഓടിയിട്ടുള്ളൂ വണ്ടി. ഞാൻ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച് നോക്കാനൊരു അവസരം കിട്ടിയായിരുന്നു. പക്ഷെ മഴ വന്നുപോയി. കുഴപ്പമില്ല, എന്നാലും ഓടിക്കാം. പിന്നെ വേറൊരു അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞാൽ, പാമിന് ബാംഗ്ലൂരിൽ കിട്ടിയെന്ന് പറഞ്ഞില്ലേ ജോലി, നല്ല ജോലി കിട്ടി അവൾക്ക്. അവളുടെ പഴയ അവൾ ജോലി ചെയ്തിരുന്ന ഒരു ഓണറിൻ്റെ ഒപ്പം തന്നെയാണ്. ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അവൾക്ക് അവളുടെ അക്കോമഡേഷനും കിട്ടിയിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് വരെ ആ കമ്പനി കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയിൽ കേരളത്തിലേക്ക് പോണ പരിപാടി ഉണ്ട്. മമ്മീനെ കാണണം ആദ്യം, അപ്പോൾ യാവിനെയും കൊണ്ടുകൊണ്ടിയാ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകും പാമിൻ്റെ അടുത്ത്. അപ്പോൾ പാമിൻ്റെ അടുത്ത് കുറച്ച് നാൾ ജീവിച്ച് കഴിഞ്ഞിട്ട് താമസിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പിന്നെ ഡൽഹിക്ക് പോകും. ഇപ്പോൾ യാവിൻ്റെ ഈ സ്കൂളും ഇതൊക്കെ ആയ കാരണമാണ് നമ്മൾക്ക് പോകാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ മെയ് ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലൊക്കെയാണ് ഞങ്ങൾ. ഇപ്പോഴും ഡേറ്റ് എപ്പോഴാണെന്ന് അറിഞ്ഞൂടെ കേട്ടോ, അവരുടെ സ്കൂൾ എപ്പോഴാണ് ഹോളിഡേയ്സ്. കാരണം ഇവിടുത്തെ എല്ലാ സ്കൂളും ഡിഫറെൻറ്റ് ഡേയ്സും ഡേറ്റ്സും ഉണ്ട് ഹോളിഡേയ്സിൻ്റെ. അപ്പോൾ നമുക്കത് ഗസ് ചെയ്യാൻ പറ്റില്ല. ഇതുണ്ട് എങ്ങനെ ഓടിക്കുന്നത് ഒരു ഇല്ല. പിന്നെ ഡൽഹിയിലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദൈവന്മാർ ഇതൊക്കെ നിർത്താൻ പോകുന്നു. ഇപ്പോൾ 3 വീലേഴ്സ് 2 വീലേഴ്സ് ഈ CNG ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാതും ഇലക്ട്രിക്കാക്കാൻ പോകുന്നു നെക്സ്റ്റ് ഇയർ മുതൽ. അപ്പോൾ ആ ഒരു സംഭവം ഓൾറെഡി ഇവർ പാസ്സാക്കുന്നുണ്ട്. ബില്ല് ഇതുവരെ പാസ്സായിട്ടില്ല, പക്ഷെ അത് ഓൾമോസ്റ്റ് ആവുന്ന തോന്നുന്നു. ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം മേടിച്ച ആൾക്കാർ അവർക്ക് 10-15 കൊല്ലം വരെ ഉപയോഗിക്കാം. പുതിയ വണ്ടികളുള്ളത് BS6 BS5 BS6 ഉള്ളവരൊക്കെ. പക്ഷേ അതിനേലും പഴയതുള്ളത് എനിക്കൊന്നും അവർ സമ്മതിക്കില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ചെറിയൊരു ചാറിൽ വന്നിട്ട് കണ്ട, അപ്പോൾ ഫുള്ള് പൊടിയാണുള്ളത് നമ്മളുടെ വണ്ടിയിൽ. ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല ട്രാഫിക്. അപ്പം ഞാൻ ആ മോട്ടറിൻ്റെ ഓയിലങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്തായി വണ്ടി. എന്നുവെച്ചാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റും അതെ, വണ്ടി ഓടിക്കാൻ തന്നെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ പാർക്കിംഗ് സ്ഥലം ഇപ്പോൾ എൻജിൻ്റെ നല്ലൊരു സ്മൂത്ത് ഒച്ചപ്പോൾ വരുന്നത്. പോയിക്കോ ഇവിടെ ഇങ്ങനെയാണ് ഉമ്മാരെ ഓടിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ ആക്ച്വലി 2 കണ്ണല്ല, നിങ്ങൾക്ക് ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും മുകളിൽ വരെ കണ്ണ് വേണം.
അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എവിടെ നിന്ന് എന്താ വരാമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ യു പിയിൽ ഒരു ഗ്രൂപ്പായിട്ട് പെണ്ണുങ്ങൾ ലെപ്പേർഡ് ട്രെയിൽ നമ്മൾ പോയില്ലേ, ഞാൻ വ്ളോഗ് ഉണ്ടാക്കില്ല, ലെപ്പേർഡ് ട്രെയിലേക്ക് സൺഡേ അങ്ങാണ്ട് രാവിലെ അവർ ഇറങ്ങിയായിരുന്നു ബൈക്കിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. ബൈക്ക് വാടകയ്ക്ക് എടുത്തതാണ്, BMW ബൈക്ക് വാടകയ്ക്ക് എടുത്തിട്ട് ഇവർ ഫ്രണ്ട്സായിട്ട് പോയതായിരുന്നു. ആ പെണ്ണിനെ ഒരു വണ്ടി വന്നിടിച്ച് അവൾ കാഞ്ഞു. എന്നുവെച്ചാൽ ആ പെണ്ണിൻ്റെ തെറ്റല്ല, പക്ഷെ എന്നാലും വണ്ടി എവിടെ നിന്നാണ് വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു ലെവലില്ലാണ്ട് വഴി ആൾക്കാർ ഇതേപോലെ തന്നെ അവിടെ മുമ്പിൽ പോകണമല്ലോ, ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല, ഒന്നും പറയണ്ട. മഴ ചെറുതായിട്ടൊന്ന് ചാറി പിന്നെ നിന്നു. എപ്പോഴും വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുവരെ നമുക്കൊന്ന് വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ചെയിന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഓക്കെ ഓടിക്കാൻ നല്ല സുഖമുണ്ട്, സ്മൂത്താണ്. ഞാനിപ്പോഴും 40-ും 60-നും മുകളിൽ ഓടിക്കാറില്ല. അതിലാണ് ആ വണ്ടിയുടെ ആ സ്മൂത്ത്നെസ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. പിന്നെ ഈ വണ്ടി എടുത്താൽ എനിക്ക് യാതൊരു ഇതും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഐ റിയലി ലൈക്ക് ദിസ്. ഐ എം ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദിസ് ബൈക്ക്. സോ യെസ്, ഐ എം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ബൈക്ക്. ഇതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തോ ഇവിടുന്ന് പോയിട്ട് അവിടെ ബൈക്കുമാരുള്ളവരുടെ അടുത്ത് പോയിക്കോ. റെഡ് ലൈറ്റ് എന്നിട്ട് പോകുമ്പോൾ കറക്കം നോക്കിയാ എന്താ അല്ലേ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ചാവാൻ പോണം. പിന്നെ വേറെ സംഭവം എന്നാണ്, നമ്മുടെ ഇന്ത്യയിൽ ഈ ഹോണടി ക്ഷമയില്ലാത്ത കുറേ തെണ്ടികളുണ്ട്. എനിക്ക് അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതാണ്ട ഇവിടുന്ന് റോങ് സൈഡിൽ നിന്ന് വരുന്നവൻ എന്താ മോനെ സുഖം വണ്ടി ഓടിക്കും. ഒന്നാമത്തെ ആ സിന്തറ്റിക് ഓയിൽ, പിന്നെ രണ്ടാമത്തെ ആ ചെയിന് ഞാൻ ക്ലീൻ ചെയ്തത്. ഭയങ്കര ഡിഫറൻസ് തന്നെ കേട്ടോ വണ്ടി ഓടിക്കാൻ. വാവ്, എനിക്കൊരു ഐഡിയ ഇല്ലായിട്ട് ഞാൻ അവിടെ പോകണം. ഞാൻ വെറുതെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളായിട്ട് കുറേ നാളായി സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊന്ന് ഒരു മോട്ടോ വ്ളോഗ് ചെയ്തിട്ട് നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയത്. അതിൻ്റെ ഇടയിൽ ഈ മഴ വരുന്ന ആരും വിചാരിച്ചില്ല. എൻ്റെ പിന്നെ ഈ ക്യാമറയുടെ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് വരെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ മൊബൈലിൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെൻസ് ഈ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഭാഗമുള്ളത് ഈവനിലല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മൊബൈലിൽ ഹെൽമെറ്റിലാണ് ഇപ്പോൾ ഞാനിത് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൊബൈലിൽ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ആ ശരിക്കും ഒരു ആംഗിൾ വരാത്തതുകൊണ്ട്, സെൻറ്ററിലല്ലാത്തതുകൊണ്ടേ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല മോട്ടോ വ്ളോഗ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഒരു ഗോപ്രോ അല്ലെങ്കിൽ ഗോപ്രോ ഞാൻ ഒരിക്കലും മേടിക്കില്ല. ഞാൻ പണ്ടുണ്ടായിരുന്നതാണ് ഒരു ചീത്ത ഇതാണ്. പക്ഷേ സോസ്മോ നമ്മൾ മേടിക്കണ വരാം ആക്ഷൻ. ഇപ്പോഴല്ല, പക്ഷേ കുറച്ച് നാളെ കഴിഞ്ഞിട്ട്. നല്ല കാലാവസ്ഥ. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഇപ്പം ഓഫീസ് ടൈമിൻ്റെ കാരണം. ഇങ്ങനത്തെ ക്ലൈമറ്റിൽ ഓടിക്കാൻ എന്ത് സുഖാന്നറിയാം. പക്ഷെ ഭയങ്കര പൊടി. കാരണം ഡൽഹിയിൽ എന്ന് പറഞ്ഞപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഇതൊക്കെ നടക്കണമെങ്കിൽ ഇഷ്ടം പോലെ പൊടിയുണ്ട്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പൊടി അങ്ങോട്ട് പോകും. എന്താ മോനെ ഗ്രീനറി.
പോടാ ഇതുണ്ട് വെറുതെ ഹോൺ അടിക്കും. അവനക്കറിയാം അവിടുന്ന് ബസ് വരുന്നുണ്ട്, അവർ ഇത്തിരി ഇങ്ങോട്ടേക്ക് വരുന്നു, എന്നാലും അവനക്ക് പോകണം. ഇതാ മോനെ പിക്കപ്പും കൂടി വണ്ടി എന്ത് സ്മൂത്തായിട്ടൊന്നറിയാം ഇതിൻ്റെ ട്രാൻസിഷൻ ഇപ്പോൾ നടക്കുന്നത്. 4th ഗിയറിലാണ് ഞാൻ. ഇതിലെ 4th ഗിയർ സാധാരണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ 5ാമത്തെ ഗിയറിൽ പോകണം അതിലുണ്ട്. ഞാൻ കുറച്ചൊന്നാ സർവീസിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല സുഖമുണ്ട് വണ്ടി എടുത്ത്. അന്ന് വണ്ടി ക്ലീൻ ചെയ്തായിരുന്നു, പിന്നെയും ക്ലീൻ ചെയ്യേണ്ടി വരും. മഴ പെയ്തിട്ട് നിൽക്കണം, കുത്തിക്കേറ്റാണ്. കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്, ബാക്കിയൊക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് സോറി കേട്ടോ, ഞാൻ കുറേ നാൾ വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട് നമ്മളുടെ കുറേ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ബിസി ആയിപ്പോയി. എനിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടില്ല. ഇപ്പോൾ ചെക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വന്ന് രാത്രി ആകുമ്പോഴത്തേനും നല്ലോണം ടയർഡാവും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഞാൻ കാണിച്ചാണ് നിങ്ങൾക്ക് ഒരു വ്ളോഗിൽ കൂടെ എൻ്റെ ഡെയിലി റുട്ടീന്. ഇന്ന് അവനക്ക് ഓൾറെഡി ആയിരുന്നു, പക്ഷെ എന്നാലും നമ്മൾക്ക് പണിയുണ്ടായിരുന്നു വീട്ടിൽ. കുറേ അവൻ്റെ ഡ്രസ്സ് കഴുകലും പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും. അപ്പോൾ നിങ്ങൾക്കറിയാലോ വീട്ടിലുള്ള പരിപാടികളെന്ന് പറഞ്ഞാൽ കുറവൊന്നുമല്ല, ഇഷ്ടംപോലെ പണിയുണ്ട്. പിന്നെ അവനൊരു ടീനേജ് ഇതിൽ വരണല്ലോ, അപ്പോൾ കുറേ കാര്യങ്ങൾ ചെക്കന്മാരുടെ പറഞ്ഞാൽ അയ്യോ ഒന്നും പറയണ്ട. ആറരയായി. ഈ വ്ളോഗിങ് എങ്ങനെ നമ്മൾ ചെയ്തെന്ന് നോക്കണം. എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ, ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി നല്ല റെക്കോർഡിംഗ് ആവുമെന്ന് തോന്നുന്നു, ഓഡിയോയും വീഡിയോയും. ഓ ദാഹിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആദ്യം ഈ വണ്ടി മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ എൻ്റെ ഗിയർ ഷിഫ്റ്റ് ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സ്മൂത്താണെന്ന് അറിയാം. എസ്പെഷ്യലി ഞാൻ ഇത് മാറ്റിയപ്പോൾ, എൻജിൻ ഓയിൽ മാറ്റിയപ്പോൾ. കാരണം ടി വി എസിലിരുന്ന എൻജിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സെമി സിന്തറ്റിക് എന്നാണ് അവർ പറയണത്, പക്ഷേ അത് സെമി സിന്തറ്റിക് എൻജിൻ ഓയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിൽ ഫുൾ സിന്തറ്റിക് എൻജിൻ ഓയിൽ മാറ്റി. കുറേ കാലം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി പഠിച്ചു. കുറേ മെക്കാനിക്കുമാർ ഇങ്ങനെ ബൈക്കിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ച് അങ്ങനെ കുറച്ചേറെ ചെറിയ ചെറിയ റിപ്പയർസൊക്കെ നമ്മളും പഠിച്ചു. മനസ്സിലായില്ലേ? പിന്നെ ഇതിൻ്റെ ടിപ്പിറ്റിൻ്റെ ഒച്ച ഉണ്ടായിരുന്നു. ടിപ്പിറ്റല്ല, ടാപ്പറ്റ് എന്ന് പറയും. ടാപ്പറ്റ് യെസ്. ടക്ക് 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 നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ 40 കിലോമീറ്ററിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരു ജാതി കട്ട 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 എന്ന് ഒച്ച വന്നിരുന്നു. അത് ശരിയാക്കി. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചു. അത് നല്ല എനിക്കിങ്ങനെ ഓരോന്ന് ചെയ്യണത് ഭയങ്കര കാര്യം. നമ്മൾ സ്വന്തം നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എല്ലാതും മെക്കാനിക്കൽ സാധനമാണ്, പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ സ്വന്തം ചെയ്യണത് കുറേ പൈസ ലാഭിക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കണം എൻ്റെ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ കാർഗോന്ന് ദുബായിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കുറേ ഇതിൻ്റെ സ്പാനറും ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോനെ ഇതൊക്കെ മേഘങ്ങൾ ഇന്ന് നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിന് ഒരു ചെറിയ പ്രശ്നം വന്നിരുന്നു, അതും ശരിയായിട്ടോ. ഇപ്പോൾ ഒരു ഇതിൽ തന്നെ സ്റ്റാർട്ടാവും, ഒരു ടെൻഷനും ഇല്ല.
എന്താ മോൻ, ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഈ സംഭവങ്ങൾ ചെയ്ത മോനൊന്ന്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. നോ ലോ, നോ റൂൾസ്, യുവർ റൂൾ ഈസ് ദ റൂൾ. അതാണ് പുതിയ വണ്ടി. ഇതൊക്കെ ഇവിടുത്തെ ഷോറൂമുകളാണ്. നിൽക്കടാ. അപ്പോൾ മെയിൻ റോഡിൽ പോയിരുന്ന വെച്ചാൽ എനിക്ക് ഇത് പോകാൻ പറ്റില്ലായിരുന്നു. സ്വിഗ്ഗിയുടെ ഓഫീസ് ഇവിടെ. സ്വിഗ്ഗി അങ്ങനെ ഇഷ്ടംപോലെ സ്വിഗ്ഗിയുടെ ആൾക്കാരുണ്ട്. ഞാൻ പിന്നെ ഗ്രേറ്റർ നോയിഡയിൽ പോയിരുന്നു. നമ്മുടെ ഫ്രണ്ട് പ്രമോദിൻ്റെ വീട്ടിൽ നമുക്ക് പെട്ടെന്നൊരു മീൻ പിടിക്കാനുള്ളൊരു ഇതൊന്നു ഫിഷിങ്ങിന്. അപ്പോൾ ഞാനൊരു ഫിഷിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചു, സോണിയ വിഹാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പോൾ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാൻ പോയി. എൻ്റെ അമ്മ 1 മണിക്കൂർ എനിക്ക് ബൈക്ക് ഓടിച്ച് പോകേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഞാനത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. മീൻ പിടിക്കാൻ പറ്റില്ല, കാരണം അന്ന് നവരാത്രി ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കാരണം ഇവന്മാരെ വിശ്വസിച്ചുവിടാം, നമ്മളെ പഠിച്ച് ചിലപ്പോൾ തല്ലാനൊക്കെ വരും. നോർത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ അവിടെ പോയി അവൻ്റെ ഒപ്പം സ്ഥലങ്ങളൊക്കെ നോക്കി വന്നു. അപ്പോൾ മോസ്റ്റോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ പറ്റില്ല എന്ന് തോന്നുന്നു. നെക്സ്റ്റ് വീക്ക് നമ്മൾ ഫിഷിങ്ങിന് പോകും. അപ്പോൾ അവന് റോഡൊക്കെ മേടിച്ച് നല്ലോണം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തവൻ റോഡൊക്കെ മേടിച്ച് കൊണ്ടുവന്നവൻ. അപ്പോൾ നമ്മളിൽ ബേസിക്കലി അന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിൽ അതിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അതിൻ്റെ വ്ളോഗ് ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളൊന്ന് കാണ്. ഈ മോട്ടോ വ്ളോഗിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും. എന്താ മോനെ തിരക്ക്, ഒന്ന് ക്രോസ് ചെയ്തിട്ട് പോയി. താങ്ക് ഗോഡ് മഴ പെയ്തില്ല. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ, പൊടിക്കാറ്റുണ്ട്. പ്രശ്നം അതൊക്കെ ഇനി വീട്ടിൻ്റെ ഉള്ളിൽ കയറും. നാളെ നല്ലോണം ക്ലീൻ ചെയ്യണം വീട്. പിന്നെ വ്ളോഗിൻ്റെ പരിപാടി ഇനി നാളെ മുതൽ എനിക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് തുടങ്ങണം. കാരണം ഞാൻ ഒരു സമയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്തേ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വ്ളോഗിങ് പരിപാടി നമുക്ക് നിൽക്കേണ്ടി വരും. അത് ശരിയാവില്ല. ആൻഡ് വിച്ച് ഐ ഡോണ്ട് ലൈക്ക്. ഐ വോണ്ട് ടു ഡു ഇറ്റ്. ഇപ്പോൾ ബാംഗ്ലൂർ ഓൾമോസ്റ്റ് സെറ്റിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. അയ്യോ, ഇവനിവിടെ വണ്ടി പോവില്ലേ നമ്മുടെ ബൈക്ക് അവിടുന്ന്. അല്ല, ഇത്രയും ചെറിയ സ്ഥലം, അതിൻ്റെ ഇടയിൽ കൂടെ ഈ വണ്ടി കൺസ്ട്രക്ഷൻ നടക്കുക, അതിന് വേണ്ടിയിട്ടുള്ളതാണ് സംഭവം. എന്താണ് ഇവന്മാർ ഈ സ്ഥലം ഉണ്ടാക്കിയത്? എൻ്റെ ജഡ്ജ്മെൻ്റ് അനുസരിച്ചിട്ടാണ് അവന്മാർ സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത്. വണ്ടികളും ബൈക്ക് സ്കൂട്ടറിനും പോകാൻ. ഇവിടെ കുന്നും കുഴിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന്മാർ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഒരു ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ ഇട്ടതാണ്, അതുമാതിരി തന്നെ ഇട്ടുപോയി അവന്മാർ. പൈപ്പ് ലൈൻ ഇട്ടു, പക്ഷേ കച്ചറ അതുമാതിരി ഇട്ടിട്ടുണ്ട്. പട്ടി പൂച്ച എന്തൊക്കെയാണ് പണ്ടാറവിടെ. ഇതാണ് നമ്മളുടെ പാർക്കിംഗ് സ്ഥലം.
ഇതാണ് നമ്മുടെ ടൈസൺ. എന്താടാ ക്യാവാ എന്നെ ഭയങ്കര കാര്യം എനിക്ക്. ബോൾ വയസ്സായ ചെക്കന്. ഫുള്ള് കണ്ട ചെളിയായി. പൊടിമണ്ണ് പൊടിമഴ. ചെന്ന് തിരിച്ച് കുളിക്കേണ്ടി വരും. ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട ഫുള്ള് സ്വന്തം. ഇതാണ് എൻ്റെ പേഴ്സണൽ സ്റ്റൈല്.